കോൺഗ്രസ് ഗാന്ധിയിലാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ പ്രതിമയ്ക്ക് മാലയിടുന്ന ആൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് പറയുന്ന പാർട്ടിയായി, അത് നിങ്ങളെ പഠിപ്പിക്കുന്ന പാർട്ടിയായി, ഈ ദർശനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയായി ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ നൂറുകണക്കിന് യോഗങ്ങൾ ഇന്ന് നടത്തി കേരളത്തിലെ ജനങ്ങളോട് ഈ സംവാദത്തിൽ പങ്കേറാൻ ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയായി ഞങ്ങളുടെ പാർട്ടി എത്തിച്ചേർന്നു എന്നുള്ളത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ പോലും ഇത് ആലോചിക്കാൻ നിർബന്ധിതരാക്കിയ സാഹചര്യം ഈ പാർട്ടിയുടെ പ്രസക്തിയാണ്, ഈ പാർട്ടിയുടെ പ്രസക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ശകലം പോലും വിഷമമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളെ കീഴ്പ്പെടുത്താനും നിങ്ങൾ ഈ മാർക്സിനെ പോലും മനസ്സിയടിച്ചത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന നിലയിലേക്ക് ഈ പാർട്ടി ദാർശനിക നിലയിലേക്ക് ഉയർന്നുകൊണ്ടിട്ടുണ്ട് ഈ പാർട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മറ്റാളുകൾ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ നിന്ന് ഞങ്ങളുടെ സമ്മേളനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. അതാണ് ഇതിന്റെ പ്രസക്തി. നിങ്ങൾ എടുത്തു നോക്ക്, നമ്മളെ കീഴ്പ്പെടുത്താൻ ഒരുപാട് പരിശ്രമങ്ങൾ. ഡോക്ടർ അംബേദ്കറുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ ജഗജീവൻ റാം എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനെ തന്നെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തു. ജഗജീവൻ റാമിന്റെ ജോലി എന്തായിരുന്നു? ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിനെ കുറിച്ച് പോകണം. ആ ജോലിയെ അതിന് അച്ചാരം പഠിച്ച ജോലിയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളുണ്ട് ലോകസഭയിൽ ഇരിക്കുകയാണ്. എന്തോ ജോലി? മായാവതിയുടെ നേതൃത്വത്തെ വെല്ലുപിടിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വരണമെന്നാണ്. തെറ്റിപ്പോയി മാഡം, തെറ്റിപ്പോയി, കുഴപ്പമില്ല, നിങ്ങൾ എങ്ങും എത്തത്തില്ല. അതിനൊരു തർക്കവും വേണ്ട, ഒരു തർക്കവും വേണ്ട. ഇപ്പോഴും ഈ പണവും ഈ ശക്തിയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള പരിശ്രമത്തിൽ ഈ സവർണ സമ്പന്ന വർഗം ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ എടുത്തു നോക്ക്, പത്രങ്ങൾ വായിച്ചു നോക്ക്, നമ്മുടെ പത്രങ്ങൾ വായിച്ചു നോക്ക്. നമ്മുടെ രാജ്യം മൊത്തം അഴിമതി വിളിക്കുക അല്ലേ? അഴിമതിയുടെ കഥ കമ്മ്യൂണിസ്റ്റുകാർ ധാരാളം പറയുന്നുള്ളതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. അഴിമതി രാജ്യം മൊത്തം അഴിമതിയാണ്. എന്നാലും എ കെ ആന്റണി പറയും അഴിമതിയില്ലെന്ന്, രാഹുൽ ഗാന്ധി പറയും അഴിമതിയില്ലെന്ന്. ഒരു അഴിമതി കേസും കുമാരി മായാവതിയുടെ പേരിൽ ഇന്നുവരെ രജിസ്റ്റർ ചെയ്തില്ല. കോൺഗ്രസ് ആണ് പഠിക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു FIR എടുക്കുന്നതിന് ഒരുപാടുമില്ല. ആരെങ്കിലും കൊണ്ട് തന്നെ FIR എടുപ്പിക്കും. അധികാരം അതിനാണ് ഉപയോഗിക്കുന്നത്. ഒരു അഴിമതി കേസും ബഹൻകുമാരി മായാവതി ബഹുജൻ സമാജ് പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റിന്റെ പേരിൽ ഉണ്ടായില്ല. പക്ഷെ പത്രത്തിൽ എഴുതുന്നത് ബഹൻകുമാരി മായാവതിയും അഴിമതിക്കാരിയാണ്. എന്ത് തെളിവാണ്? സുരേഷ് കന്മാടിയെ പോലൊരു കേന്ദ്രത്തിലെ MP, കോൺഗ്രസിന്റെ MP, BSPയുടെ MP ജയിലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, സുരേഷ് കന്മാടി ജയിലിലാണ്. എത്രയോ നാളായി ജയിലില്ല. കൽമാടി മാത്രമല്ല, കൽമാടി ജയിലിൽ പോയതിന്റെ കഥയൊക്കെ വളരെ രസമാണ്. അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല കേട്ടാ. നമ്മുടെ പാർട്ടിയുടെ ഇനി നേതാക്കന്മാരോട് പ്രത്യേകിക്കാൻ. കൽമാടി ജയിലിൽ പോയി എങ്ങനെയാണ് കോമൺവെൽത്ത് ഗെയിംസ് നടത്തി? എത്ര കോടി രൂപയുടെയൊക്കെയാണ് കോമൺവെൽത്ത് ഗെയിംസ് നടത്തിയത്? എല്ലാ ദിവസവും കാശ് മേടിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ്. എല്ലാ ദിവസവും ആവശ്യമുള്ള കാശ് സാങ്ഷൻ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നാണ്. ആർക്ക്? സുരേഷ് കന്മാടി ചെയർമാനായിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസിന്റെ സംഘടനയ്ക്ക് പൈസ അനുവദിക്കുന്നത്. എന്താ നടന്ന അവിടെ? ഒരു ചെറിയ ഉദാഹരണം പറയാൻ ഞാൻ ഈ കൽമാടിയെ കുറിച്ചുള്ള ഒരു ഗുണം, അദ്ദേഹത്തിന്റെ കോൺഗ്രസുകാരുടെ ഗുണം അറിയാം. ഒരു ഫ്രിഡ്ജിന്റെ വില 11,000 രൂപ. പക്ഷെ കോമൺവെൽത്ത് ഗെയിംസിന് 100 കണക്കിന് ഫ്രിഡ്ജ് വാടകയ്ക്കുന്നത്. ഒരു ദിവസം വാടക 1,100 രൂപ. മാസക്കണക്കിന് വാടകയും കൊടുത്ത് ഫ്രിഡ്ജിന് എത്ര രൂപയാണ്? ഒരു ഫ്രിഡ്ജിന് 66,000 രൂപ വരെ വാടക കൊടുത്തു. എത്ര രൂപയുടെ ഫ്രിഡ്ജിന്? 11,000 രൂപയുടെ ഫ്രിഡ്ജിന്. എവിടുന്ന കാശ് മേടിച്ച? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന്. ഈ പ്രൈം മിനിസ്റ്റർക്ക് പങ്കില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നാണ് ഈ പണമെല്ലാം അലോട്ട് ചെയ്ത് വന്നത്. മറ്റൊരു മന്ത്രിയുണ്ട് ജയിലിൽ കിടക്കുക, ഈയിടെ ഇറങ്ങിയത് എന്താ കാര്യം? അതിനെക്കുറിച്ചുള്ള വിശദാംശത്തിലോട്ട് ഞാൻ വരുന്നില്ല. ഇയാളെ ഇറക്കി വിടാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടാ. ഇയാളെതിരെ കേസെടുത്തത് തന്നെ കോടതിയിൽ നിന്ന് സുബ്രഹ്മണ്യൻ സ്വാമി കേസുമായിട്ട് കോടതി എന്നിട്ടാ. ഇല്ല, കേസെടുക്കത്തില്ല രാജാക്കെതിരായിട്ട്. ഇപ്പൊ സ്വാമി നിൽക്കുകയാണ് ചിദംബരത്തെയും കൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഈ രാജ എന്തുകൊണ്ടാണ് എങ്ങനെ ജയിലിൽ പോയി? ഈ ഫയലെല്ലാം പ്രൈം മിനിസ്റ്റർ ഒപ്പിട്ടാ കൊടുത്തത്. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരം ഒപ്പിട്ടാ കൊടുത്തത്.
എത്ര കോടി രൂപയ്ക്ക്? 1,75,000 കോടി രൂപ സ്വന്തം ബാക്കറ്റിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി മുരശികുമാരന്റെ മോൻ. മുരശികുമാരന്റെ മോൻ 36 വയസ്സുള്ള ഈ ചെറുക്കൻ ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററായിട്ട് വന്ന് അച്ഛൻ ചത്തുപോയപ്പോൾ കണ്ണാടി മരുമനല്ലി മരിച്ചുപോയ കൊച്ചനെ അവിടെ മദ്രാസിൽ നിർത്തി ജയിപ്പിച്ച് പാർലമെന്റിലോട്ട് അയച്ച് നല്ല ഒന്നാം തരം ഒരു വകുപ്പും കൈക്കൊടുത്ത് 1,75,000 കോടി രൂപയും പോക്കറ്റിൽ പിടിച്ചുകൊണ്ട് പോയി. ആരാണ് വിളിച്ചത്? ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സിഖ് ബ്രാഹ്മണൻ. എന്താ ഞാൻ അങ്ങനെ പറയുന്നേ? ഇവരുടെ ഒരു കലയാണ് കാശെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 1,75,000 കോടി രൂപ അഴിമതിക്കെതിരായി പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഒരു രസകരമായ ഒരു കഥ. സുപ്രീം കോടതിയിൽ ഒരാൾ കൊണ്ടുവന്നത് OP ഫയൽ ചെയ്ത്. എന്തിനാ OP ഫയൽ ചെയ്തേ? ഈ സിഖ് ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റിനോട് പറഞ്ഞ് നിങ്ങളുടെ ആളുകൾ എത്ര കോടി രൂപ ഞങ്ങളുടെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ കണക്ക് തരാമെന്ന്. കണക്ക് തരാമെന്ന് പറഞ്ഞ് മാത്രമല്ല, ഈ സ്വിസ് ഗവൺമെന്റ് സ്വിസ് ബാങ്കുകളിൽ ഇട്ട മുഴുവൻ തുകയുടെ ഈ കണക്കുകൾ ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചു. നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഈ കണക്കുകൾ വെളിപ്പെടുത്തണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ OP ഫയൽ ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ് വെളിപ്പെടുത്തത്തില്ലെന്ന്. എന്താ വെളിപ്പെടുത്താത്ത? എല്ലാം കോൺഗ്രസും BJP ആളുകളാണ്. ഇവങ്ങൾ തമ്മിൽ കമ്പനിയാ. എല്ലാം കോൺഗ്രസും BJP ആണ്. അതുകൊണ്ടാണ് വെളിപ്പെടുത്താത്തേ. ഞാൻ ചോദിക്കുകയാണ്, ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരായി കഥമിട്ടോണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, നല്ല ആളുകൾ. കോൺഗ്രസിൽ നല്ല പ്രവർത്തകർ, നല്ല ആളുകളുണ്ട്. ഈ കോൺഗ്രസുകാരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ രാജ്യത്തോട് നിങ്ങൾക്ക് അശേഷമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണ്ടേ? ആ കണക്കെല്ലാം ഒന്ന് വെളിപ്പെടുത്തി. ആരാണ് ഈ കാശടിച്ചുകൊണ്ട് പോയി? ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർ പരിശ്രമിക്കുന്ന പാർട്ടിയല്ലേ പറയണ്ടേ? ഈ സ്വിസ് ബാങ്കിൽ കിടക്കുന്ന കാശ് ആരുടെയാണ്? വെളിപ്പെടുത്താത്തതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. 3000 വർഷമായിട്ട് ഇന്ത്യയിലെ ബ്രാഹ്മണർ ഇന്ത്യ രാജ്യം കട്ടുമുടിച്ച കാശ് സ്വിസ് ബാങ്കിൽ കിടക്കുകയാണ്. അതിനകത്ത് സോണിയ കുഞ്ഞമ്മയുണ്ട്, ഈ രാഹുൽ കൃഷ്ണനുണ്ട്, എല്ലാവരുടെയും പണമുണ്ട്. ഇത് വെളിപ്പെട്ട് വരുമെന്നുള്ളതുകൊണ്ടാണ് എങ്ങനെങ്കിലും മാറ്റുന്നത് വരെ ഇത് കൊടുക്കത്തില്ല. മാറ്റിക്കഴിയുമ്പോൾ ഇത് സുപ്രീം കോടതിയിൽ കൊടുക്കും. അഴിമതിക്കെതിരായി കോൺഗ്രസ് വർത്തമാനം പറയുകയാണ്. അഴിമതിക്കെതിരായി കോൺഗ്രസ് വർത്തമാനം പറയുകയാണ്. അങ്ങനെ വർത്തമാനം പറയുന്ന കോൺഗ്രസിന്റെ മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നത് BJP, കോൺഗ്രസ്, പിന്നെ ഇന്ത്യ ഭരിക്കാൻ വല്ല സാധ്യതയും വരുമോ ഇപ്പോൾ ഒരു തോന്നൽ ചില ആളുകൾക്ക്. BSPയും ഇന്ത്യ ഭരിക്കുമോ? അതുകൊണ്ട് കോൺഗ്രസും BJPയും BSPയും ഏതായാലും ഒരു കുപ്പിയിലിരിക്കുന്ന തിരക്കാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്, BSP നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുമായി താരതമ്യം ചെയ്യുന്നത്? എങ്ങനെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയും? ഞങ്ങൾക്കെതിരെ ഞങ്ങളെ എഴുതുവാൻ മാധ്യമങ്ങളുടെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ശരിയാണ്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന നിലയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇപ്പൊ ബഹൻകുമാരി മായാവതി UP 4 സംസ്ഥാനങ്ങളാക്കണമെന്നൊരു അസംബ്ലിയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കി എടുത്ത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ജയിക്കാൻ പോകുന്നത് അവർ പറയുന്നതാണ്. നമ്മൾ ജയിക്കാൻ പോകുന്നത് ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ജയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ രാജ്യത്തെ UPയിലെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് വിളിച്ചു പോകുന്നില്ല. എന്താ നടത്തിയേ? ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച് ഒരിക്കൽ നിഷേധിക്കപ്പെട്ടിരുന്ന വിദ്യാഭ്യാസം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാർവത്രികമായി എത്താൻ പട്ടികജാതിക്കാരന് മാത്രമല്ല, പിന്നോക്കക്കാരന് മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം സാർവത്രികമായി എത്തിക്കാൻ പരിശ്രമിച്ച ഒരു ഗവൺമെന്റ് ഇന്ത്യയിലുണ്ടോ? 1.5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള, അതിന് താഴെ വരുമാനമുള്ള മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം സൗജന്യമാക്കി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുണ്ടോ? ഏതെങ്കിലും ഒരു ഗവൺമെന്റ്? 28 സംസ്ഥാന ഗവൺമെന്റുകളുണ്ട് നമുക്ക്. 27 സംസ്ഥാന ഗവൺമെന്റ് 5 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചില്ലേ? സഖാവ് VS അച്യുതാനന്ദന്റെ ആത്മാവ് നിങ്ങൾ വായിച്ചു നോക്കും. സമരം തന്നെ ജീവിതം. അതിനകത്ത് 5ാമത്തെ 6ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല, കാശില്ലാത്തതുകൊണ്ട്. സഖാവ് അച്യുതാനന്ദൻ പറഞ്ഞാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല, കാശില്ലാത്തതുകൊണ്ട് എന്ന്. 1946 കഴിഞ്ഞ 5 കൊല്ലം സഖാവ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ കഴിഞ്ഞ പരിശോധിച്ച് കമ്മ്യൂണിസ്റ്റ് 5 വർഷത്തെ ആദ്യത്തെ വർഷം 2007 മെയ് മാസം 13-ാം തീയതി അധികാരത്തിൽ വന്ന മായാവതിയുടെ ഗവൺമെന്റ് 19-ാം തീയതി അസംബ്ലിയിൽ അവതരിപ്പിച്ച ബില്ലിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ തീരുമാനിച്ചു. എവിടെയുണ്ട് ഈ മാറ്റം? എടുത്ത് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, കേരളത്തിൽ EMSന്റെ ഗവൺമെന്റ് 3 സെന്റും 5 സെന്റും ഭൂമിയാണ് കൊടുത്തതെങ്കിൽ
കൃഷിക്കാരന് കൃഷിഭൂമി എന്ന മുദ്രാവാക്യം നടപ്പാക്കാൻ ഒരു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിന് 3 ഏക്കർ ഭൂമി കൊടുത്ത ഒരേ ഒരു ഗവൺമെന്റ് യുപിയിലെ ഗവൺമെന്റാണ്. ഒരേ ഒരു ഗവൺമെന്റ്. വസ്തു പ്രോപ്പർട്ടി എടുക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ പരിശോധിച്ചു നോക്കിയേ. രാഹുൽ ഗാന്ധി അവിടെ ആണെന്ന് പറഞ്ഞ് ആളുകളെ മൊത്തം കൂട്ടിയിട്ട് തീയടിച്ചു കളഞ്ഞ് ഇങ്ങനെ വസ്തു. ഇവിടൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നത് മായാവതിയും കോൺഗ്രസിനെ പോലാണ്. മായാവതിയാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഭൂമി ഏറ്റെടുക്കൽ നിയമം അമെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്, രാഹുൽ ഗാന്ധി സമരവുമായി വന്നപ്പം മിസ്റ്റർ രാഹുൽ, നിങ്ങൾ പോയി പാർലമെന്റിൽ ഈ നിയമം അമെൻഡ് ചെയ്തുകൊണ്ടുപോവാ. എന്റെ രാജ്യത്തെ ജനങ്ങളുടെ, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. എന്താ സമരമെന്ന് നിങ്ങൾക്കറിയാവോ? മുലായം സിംഗ് ഗവൺമെന്റും ഭൂമി ഏറ്റെടുത്ത്, നമ്മളും ഭൂമി ഏറ്റെടുത്ത്. മുലായം സിംഗ് ഏറ്റെടുത്തപ്പോൾ അവർക്ക് പണം കുറച്ചാണ് കൊടുത്തത്. നമ്മൾ ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ പണം കൂടുതൽ കൊടുത്തത്. മുലായം സിംഗ് ഗവൺമെന്റ്, മുൻ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്തത് നമ്മൾ റിവ്യൂ ചെയ്യണം, അവരുടെ ആവശ്യമാണ്. മുൻ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്തത് നമുക്ക് പുനഃപരിശോധിക്കാനുള്ള യാതൊരു വികാരവും ആ നിയമത്തിലില്ല. പിന്നെ എങ്ങനെ നമ്മൾ പുനഃപരിശോധിക്കുന്നത്? എങ്ങനെ പുനഃപരിശോധിക്കാനൊക്കെ? ഭൂമി ഏറ്റെടുത്തതിന് തുല്യമായി കോൺഗ്രസിന്റെ ഗവൺമെന്റോ ബിജെപിയുടെ ഗവൺമെന്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റോ യുപിയിലെ ഗവൺമെന്റിനെ പോലെ ലിബറലായി പെരുമാറിയിട്ടുണ്ടോ? പരിശോധിച്ചു. ഭൂമി ഏറ്റെടുത്ത ആളുകൾക്ക് ഭൂമിയുടെ പണം കൊടുക്കുന്നത് മാത്രമല്ല, കുടുംബത്തിലൊരാളിന് ജോലി കൊടുത്ത് ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഉടമസ്ഥന് കാശെടുത്തില്ലെങ്കിൽ അവിടെയുള്ള വാടകക്കാരൻ അവൻ അതുകൊണ്ട് ജീവിക്കുകയാണ്. 30-50 വർഷക്കാലം ഈ റോഡ് സൈഡിൽ തിരുവോരത്തിരുന്ന് ഭൂമി, സ്വന്തമല്ലാത്ത ഭൂമിയിലിരുന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളിന് അവനും തൊഴിൽ കൊടുത്തു. അവന് സ്വന്തമായി ഭൂമി മേടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത്. അത് മാത്രമല്ല, 1 ഏക്കർ ഭൂമി എടുത്ത ആളിന് ഒരു വർഷം 30,000 രൂപ വെച്ച് അവൻ എല്ലാ വർഷവും 30 വർഷം കൊടുക്കാൻ തീരുമാനിച്ചു. ഏത് ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്? ഏത് ഗവൺമെന്റ്? ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റ് നടപ്പാക്കിയില്ല. പക്ഷെ പത്രത്തിൽ വന്നപ്പോൾ നമ്മൾ വായിച്ച തോന്നും മായാവതി ഭൂമിയെല്ലാം ഏറ്റെടുത്ത് പാവപ്പെട്ടവനെ എല്ലാം അടിച്ച് കൊല്ലുവാണ്. ഞാൻ നിങ്ങളോട് പറയുവാണ്, ഈ യുപി ഗവൺമെന്റ് ഈ പ്രമേയം പാസാക്കിയപ്പോ യുപി സംസ്ഥാനത്ത് 4 ഉപയോഗിക്കാൻ പ്രമേയം തീരുമാനിച്ചത് ഈ രാജ്യത്തെ പിന്നോക്ക പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ഭരണകൂടവുമായി ബന്ധം വരണമെങ്കിൽ ചെറിയ സംസ്ഥാനങ്ങളായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും ഭരണകൂടവുമായി ബന്ധം വരണമെങ്കിൽ കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളാവുന്നതാണ് ഗുണം. ഇല്ലെങ്കിൽ ഈ സവർണ സമ്പന്ന വർഗത്തിന്റെ പിടി ഈ പാവപ്പെട്ടവരുടെ മേൽ കൂടിക്കൂടി വരും. അത് കുറയ്ക്കുക ഞങ്ങളുടെ ലക്ഷ്യമാണ്. തർക്കമൊന്നുമില്ല കാര്യത്തിൽ. മന്ത്രിസഭയും കുറെ ചെറുതായിട്ട് വരേണ്ടി വരും, അതും മാറി വരും. അല്ലാതെ ഈ ഗവൺമെന്റ് യുപി മാറ്റേണ്ട കാര്യമില്ല. ചിലരൊക്കെ പിന്നെ നിർബന്ധപൂർവ്വം എഴുതാനിടയായി ഈ 4 സംസ്ഥാനമാക്കിയാലും 4 സംസ്ഥാനവും ഭരിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു പാർട്ടി ബഹുജൻ സമാജ് പാർട്ടിയാണ്. അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പത്രത്തിനും തർക്കമില്ല. എല്ലാ ബൂത്തുകളിലും പാർട്ടി പ്രവർത്തകരുള്ള ഒരു പാർട്ടിയും യുപിയിലില്ല. ഒരു പാർട്ടിയുമില്ല. BSP ഉള്ളത്. ഇങ്ങനെ ഇന്ത്യയിൽ മൊത്തം ബഹുജൻ സമാജ് പാർട്ടി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിൽ മൊത്തം. അതാണ് ഈ പാർട്ടിയുടെ പ്രസക്തി. അതാണ് ഈ പാർട്ടിയുടെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി. എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരെ സമീപിക്കുകയാണ്. നേരെ അവരുടെ പ്രശ്നങ്ങളെ വളച്ചൊടിക്കില്ലെന്ന് കാണുകയാണ്. അവരോട് തന്നെ ചർച്ച ചെയ്യാണ്. അവരോട് തന്നെ സംവാദത്തിൽ ഏർപ്പെടുകയാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് മറുപടി നിങ്ങൾ തന്നെ നിശ്ചയിക്കുന്നു. നമ്മുടെ മുല്ലപ്പെരിയാർ സമരം നിങ്ങൾ കണ്ട. മുല്ലപ്പെരിയാർ അവിടെ പീരുമേടി MLA ബിജിമോളാണ് അവിടെ സമരം ഇരുന്നത്, പട്ടിണി ഇരുന്നത്. നമ്മളവിടെ പോയി മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട സമരത്തിൽ നമ്മളും പങ്കുചേരുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ എന്തെങ്കിലും സംഭവിച്ചാൽ 30, 35, 40 ലക്ഷം ജനങ്ങൾ ഒഴുകിപ്പോയി. നമ്മുടെ സഹോദരങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ ഒഴുകാത്തവർ ജീവിച്ചിരുന്നിട്ട് എന്തർത്ഥമാണ്? ഈ സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒഴുകിപ്പോയാൽ ഈ ബാക്കി ജീവിച്ചിരിക്കുന്നതിന്റെ ആത്മാഭിമാനം ഉയർന്നു നിൽക്കൂ. നിങ്ങൾ ആലോചിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചൊരു പ്രശ്നമാണ് മുല്ലപ്പെരിയാർ. തർക്കമില്ല കാര്യത്തിൽ. നമ്മളും പോയി, നമ്മളെ കഴിയുന്നില്ല ചെയ്തവിടെ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോ ചപ്പത്തിൽ നമ്മൾ പീരുമേടിയിൽ സമരം നടത്തി. ചപ്പത്തിൽ ബിജിമോൾ നിരാഹാരം ഇരിക്കുന്നു. എന്തിനാ നിരാഹാരം ഇരിക്കുന്നത്? മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കിപ്പണി.
ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കരാർ ഒപ്പിട്ടയാരാ? ഇപ്പൊ ബിജിമോൾ നിൽക്കുന്ന CPI പാർട്ടിയുടെ മുഖ്യമന്ത്രി അച്യുതമേനോൻ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ബിജിമോളുടെ സമരം തന്റെ നേതാവ് അച്യുതമേനോനെതിരായിട്ടാ. അച്യുതമേനോൻ ഒപ്പിട്ട കരാറിനെതിരായിട്ട് ബിജിമോൾ ഇപ്പൊ സമരം ചെയ്യുക. അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനസ്സിലായ? ജനങ്ങളുടെ പ്രശ്നത്തെ ഇവരെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. വഞ്ചനയും ചതിയും കപടതയും മുഖമുദ്രയായിട്ടുള്ള പ്രസ്ഥാനങ്ങളായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറിയില്ലേ? അതിന്റെ നേർത്തുള്ളതല്ലേ ഇത്? 1970 ഈ കരാർ രണ്ടാമത് ഒപ്പിടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതമേനോനാണ്. അച്യുതമേനോൻ ഒപ്പിട്ട കരാറിനെതിരെ ഇപ്പൊ സമരം ചെയ്യുന്നത് ആ പാർട്ടിയുടെ MLA ബിജിമോളാണ്. കൊള്ളാവും. അതാണ്. പിന്നെ കോൺഗ്രസ്സുകാരുണ്ട്, തെക്കോട്ടും വടക്കോട്ടും ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ കണ്ട്. ആ ഗവൺമെന്റിലെ മുഖ്യമന്ത്രി, ആ ഗവൺമെന്റിലെ ആഭ്യന്തര മന്ത്രി 70 കരുണാകരനാണ്. എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഒപ്പിട്ടതെന്ന് ജയലളിത ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവർക്കെല്ലാം ആവശ്യമുള്ള കാശ് സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർ നിങ്ങൾ ഒപ്പിട്ടതെന്ന്. കൊള്ളാവോ? ഞാൻ ഇവർക്കെല്ലാം നല്ല സമയാസമയത്ത് ആവശ്യമുള്ള കാശ് എത്തിച്ചു കൊടുത്ത്, അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ പോയാലും വേണ്ടില്ല, അവരൊപ്പിട്ട് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തയ്യാറായിരുന്നു എന്നുള്ളതിന്റെ നമ്മുടെ മുമ്പിലുള്ള നേർത്തളവാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് കോൺഗ്രസ് പാർട്ടി. മനസ്സിലായ? കള്ളത്തരവും വഞ്ചനയും ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരു താല്പര്യവുമില്ലാത്ത പ്രസ്ഥാനങ്ങൾ. ഈ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഇങ്ങനെ ഭരിച്ചാൽ നമ്മുടെ നാട് എന്നെങ്കിലും രക്ഷപ്പെടുക? നിങ്ങൾ ആലോചിക്കുക. എന്നെങ്കിലും ഈ നാട്ടിന്റെ പ്രശ്നങ്ങൾ തീരുക. ഇനി മുല്ലപ്പെരിയാർ ഡാം അവിടെ നിൽക്കട്ടെ. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്ന 15 TMC വെള്ളമാണ് ആകെയുള്ളത്. അതിൽ നിന്ന് അവരുണ്ടാക്കുന്ന എത്ര മെഗാവാട്ട് കറണ്ടാ? നമ്മുടെ ഇടുക്കിയിൽ അതിന്റെ 5 ഇരട്ടി വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ എത്ര മെഗാവാട്ട് കറണ്ട് ഉണ്ടാക്കുന്നത്? ഈ 15 TMC വെള്ളത്തിൽ ഉണ്ടാക്കുന്ന കറണ്ട് ഇടുക്കിയിൽ ഉണ്ടാക്കുന്നില്ല. എന്താ കുഴപ്പം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഉണ്ടാക്കട്ടെ? ഈ നാടിനോട് യാതൊരു പ്രതിബദ്ധതയില്ല. നമ്മുടെ കരണ്ടിന്റെ ക്ഷാമം തീർക്കാൻ വൈദ്യുതിയാണ് ഏതൊരു രാജ്യത്തെയും ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരം, എനർജിയാണ്. ഈ വൈദ്യുതിയുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ ഗവൺമെന്റുകൾക്ക്, മുന്നണി ഗവൺമെന്റുകൾക്ക് 1970 മുതൽ അതിന് മുമ്പ് തന്നെ മുന്നണിയായി മാറിയ ഈ ഇടതുപക്ഷ മുന്നണിക്കും വലതുപക്ഷ മുന്നണിക്കും താല്പര്യമില്ലെന്നല്ലേ തെളിവ്? വെള്ളം ഒഴുകിപ്പോകുന്ന, കടലിലേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളം ഉപയോഗപ്പെടുത്തി കരുതി ഉത്പാദിപ്പിക്കാൻ എന്ത് തടസ്സമാണുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിൽ ഇരിക്കുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി പിന്നെ കേന്ദ്രത്തിലൊരു വൈദ്യുതി പരിസ്ഥിതി വകുപ്പുണ്ട്, അനുവാദം കൊടുക്കത്തില്ല. ഉമ്മൻചാണ്ടി ഇപ്പോഴും പോയി ഡാം കെട്ടാനുള്ള അനുവാദം ഇതുവരെ കൊടുത്തില്ല. പരിസ്ഥിതി വകുപ്പ് അനുവദിച്ചില്ല. അതാണ് പരിസ്ഥിതി വകുപ്പ്. ഈ സംഗതി അനുവദിച്ചാൽ മൻമോഹൻ സിംഗ് പണി നിർത്തി വീട്ടിൽ പോവും. കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിൽ പോവാണ്. മൻമോഹൻ സിംഗ് ഇപ്പൊ ഇടപെടും. എന്തോത്തില്ല ഇടപെടുന്നത്? നമ്മുടെ ഡാം പണിയാനുള്ള ഉത്തരവ് തരും. ഡാം പണിയാനുള്ള ഒറ്റ ഉത്തരവ് മതി. പരിസ്ഥിതി വകുപ്പിന്റെ സാങ്ഷൻ അത് സെൻട്രൽ ഗവൺമെന്റ് പിടിച്ചു വെച്ചേക്കുക. സെൻട്രൽ ഗവൺമെന്റ് പിടിച്ചു വെച്ചേക്കാണ് ഈ പരിസ്ഥിതി വകുപ്പ്. നല്ലൊരു മന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ടോ ഇത് പിടിച്ചു വെച്ചേക്കാൻ? ഇത് എപ്പോഴെങ്കിലും പരിസ്ഥിതി വകുപ്പ് അനുവദിച്ച ഡാമിന്റെ പണി തുടങ്ങും. ഡാമിന്റെ പണി തുടങ്ങിയ ADA അണ്ണാക്കി DMK എന്ന് പറഞ്ഞത് അവരിന് പിന്തുണ പിൻവലിക്കും. കോൺഗ്രസ് ഗവൺമെന്റ് ചള്ളൂന്ന് താഴുക. ഉമ്മൻചാണ്ടി എപ്പോ പോവില്ലെന്നുള്ളത് പറയാൻ വയ്യായിരിക്കും, അത് വേറെ കാര്യം. അതാണ് കോൺഗ്രസ്. കള്ളത്തരവും വഞ്ചനയും കപടതയുടെയും കൂടാരമാണ് ഈ കോൺഗ്രസ്. നമ്മൾ ധരിക്കുന്ന പോലെ ഒരു ശുദ്ധിയുള്ള സാധനമല്ലത്. എന്തുകൊണ്ടല്ലാതെ ഇവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സവർണ സമ്പന്ന വർഗത്തിനെ താങ്ങി നിർത്തുന്ന ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങൾ മാണിയുടെ ഗവൺമെന്റ്, മാണിയുടെ ബജറ്റ് വായിച്ചു നോക്ക്. മാണിയുടെ പാർട്ടി അവിടെ പോയിട്ടുണ്ട്. മാണിയുടെ പാർട്ടി അവിടെ സമരം ചെയ്തേക്കാം. ഉമ്മൻചാണ്ടി പറഞ്ഞ് മാണിയോട് പോകല്ലേ, എന്നാലും വേണ്ടല്ല, മാണി അവിടെ പോയി. മാണിയോട് പത്രക്കാർ ചോദിച്ച് KM ജോർജ് ഉണ്ടായിരുന്നു 70 ഒപ്പിട്ടപ്പോൾ. KM ജോർജും ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ മാണി ഒപ്പിട്ടപ്പോ അദ്ദേഹത്തിന്റെ നേതാവ് അതേ കൂടെ ചേർന്നാ ഒപ്പിട്ടത്. എല്ലാം നന്നായി കാശ് മേടിച്ചിട്ടുണ്ട് കേട്ടാ, നന്നായി മേടിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യമാണ്. അത് മേടിച്ച കാശ് ഉപയോഗപ്പെടുത്തിയുള്ള പണി നടക്കുവാണ്. ഏക്കർ കണക്കിന് ഭൂമി അപ്പുറത്ത് മേടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. തമിഴ്നാട് ജനതയോടുള്ള, അതുകൊണ്ടാണ് പ്രതിശീർഷക വരുമാനത്തിൽ, ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനമായി തമിഴ്നാട് മാറിയത്. തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ DMK ADMK ഗവൺമെന്റുകൾ പ്രതിജ്ഞാബദ്ധമായിട്ട് നിൽക്കുമ്പോ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊടുത്ത് കാശ് മേടിക്കുന്ന പണിയാണ് ഇവിടുത്തെ LDF UDF മുന്നണികൾ നടത്തിയതെന്ന് മുല്ലപ്പെരിയാർ പ്രശ്നം മാത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും.
വേറൊരു പ്രശ്നവും നിങ്ങൾ നോക്കണ്ട. അതാണ് ഈ നാടിന്റെ സ്ഥിതി. വൈദ്യുതി എടുത്താലും റോഡുകൾ എടുത്താലും ഏത് മേഖല പരിശോധിച്ച് നോക്കിയാലും കേരളത്തിന്റെ സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ യുപിയിലോട്ട് പോയി നോക്ക്. ഞാൻ എന്റെ വിശദാംശം പറയുന്നില്ല, എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ യുപിയിലോട്ട് പോയി നോക്കെന്ന് പറയുമ്പോൾ അവർ പറയും, പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറയും ചൈനയിലോട്ടും റഷ്യയിലോട്ടും പോവാൻ. അവിടെ നോക്കി ഇപ്പോൾ റഷ്യയിൽ ഈ സാധനമൊന്നും ഇല്ലാതെ പോയി. പിന്നെ ചൈന